തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 10 കിലോ കഞ്ചാവുമായി സിനിമാ പ്രവർത്തകൻ പിടിയിൽ. ആര്യനാട് സ്വദേശി പ്രശാന്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സിനിമാ സീരിയൽ മേഖലകളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ കഞ്ചാവെന്ന് പ്രശാന്ത് പോലീസിനോട് വ്യക്തമാക്കി. ഇയാൾ സിനിമയിലെ സാങ്കേതിക പ്രവർത്തകനാണ്, ഫെഫ്ക അംഗമാണ്. ഫെഫ്കയുടെ ID കാർഡ് അടക്കം ഇയാളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഡാൻസ് ഓഫ് സംഘത്തിനും പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ നടപടി. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന്. അരുൺ, സിനിമാ മേഖലയിൽ നമുക്കറിയാം, സിനിമാ മേഖലയിൽ ഈ ലഹരി ഉപയോഗവും ലഹരി വിതരണവുമൊക്കെ വളരെ സജീവമായി ഉണ്ട് എന്ന് സിനിമാ താരങ്ങൾ തന്നെയാണ് മുൻപ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രശാന്ത് ഇത് ഈ സിനിമാ ലൊക്കേഷനുകളിൽ ലഹരി എത്തിക്കുന്ന സംഘവുമായി പ്രശാന്തിന് ബന്ധമുണ്ടോ? ഇയാളെക്കുറിച്ചുള്ള വിവരം എങ്ങനെയാണ് പോലീസിന് ലഭിക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിൽ ഈ ലഹരി ഉപയോഗങ്ങൾ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് വെള്ളറട സംസ്ഥാനത്തിന്റെ തെക്കേ അതിർത്തിയായ വെള്ളറട മേഖലയിൽ നിന്ന് ഈ പറയുന്ന വാഹനത്തിൽ കൊണ്ടുവരികയായിരുന്ന 10 കിലോളം കഞ്ചാവുമായി ഒരു സിനിമാ പ്രവർത്തകൻ പിടിയിലാകുന്നത്. ആര്യനാട് സ്വദേശി പ്രശാന്ത് ആണ് പിടിയിലാകുന്നത്. ഇദ്ദേഹം ഫെഫ്ക യൂണിയനിൽപ്പെട്ട സിനിമ സംഘടന ഫെഫ്ക യൂണിയനിൽപ്പെട്ട ലൈറ്റ് ബോയ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ ഇന്ന് രാവിലെ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ പിടികൂടുന്നത്. തമിഴ്നാട് അതിർത്തിയായ നെട്ട വഴി കേരളത്തിലേക്ക് കയറുക, തിരുവനന്തപുരത്തേക്ക് വരിക എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു ഈ വണ്ടി വരുന്നത്. മാരുതി കാറിലായിരുന്നു ഇദ്ദേഹം കൊണ്ടുവന്ന സമയത്ത് പോലീസ് ഇവരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും പോലീസുകാരെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്തുടർന്ന് ചേസ് ചെയ്തായിരുന്നു, സാഹസികമായാണ് പോലീസുകാർ ഇയാളെ പിടികൂടിയെന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്. എന്തായാലും അയാളെ പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിക്കുകയുണ്ടായി. ഇത് ഈ പറയുന്ന മേഖലയിൽ ഉൾപ്പെടെ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ്, താൻ തന്നെയാണ് ഒഡീഷയിൽ നിന്ന് ഇത് എത്തിച്ചതെന്നും തനിക്ക് താൻ മുമ്പും ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെയുള്ള വിവരങ്ങൾ നൽകിയത്. പോലീസ് എന്തായാലും വെള്ളറട പോലീസിന് കൈമാറി, ഡാൻസ് ഓഫ് സംഘം വെള്ളറട പോലീസിന് കൈമാറി. ഇദ്ദേഹം ഇപ്പോൾ വെള്ളറട പോലീസിലാണ് സ്റ്റേഷനിലാണുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അരുൺ, എന്തായാലും അതീവ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് സംഭവത്തെ കാണുന്നത്. കാരണം ഫെഫ്കയുടെ അംഗമാണ്, അതിൻ്റെ ID കാർഡ് അടക്കമുണ്ട്. ഇതിൻ്റെയൊക്കെ മറവിലാണോ ഇയാൾ ഈ ലഹരി ഇടപാട് നടത്തിയിരുന്നത്? മാത്രമല്ല, ഈ സംഘത്തിൽ കൂടുതൽ സിനിമാ മേഖലയിലുള്ളവർക്ക് ഈ കേസുമായി ബന്ധമുണ്ടോ? എന്താണ് പോലീസ് വിശദീകരിക്കുന്നത്? അത് ഗൗരവമായി തന്നെ പോലീസ് ഈ വിഷയത്തെ ചോദ്യം ചെയ്തു വരുന്നു, അന്വേഷിച്ചു വരുന്നു. കാരണം ഇതിൽ മറ്റാരെങ്കിലും പങ്കുണ്ടോ, കൂടുതൽ ഉണ്ടോ, ഇത് എവിടുന്നാണ് മറ്റ് കണ്ണികളിലേക്ക് കൈമാറുന്നത് തുടങ്ങിയ എല്ലാ വിവരവും വിശദമായി ചോദ്യം ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച ഒരു വിവരമാണ് ഇന്നിപ്പോൾ ഇയാളെ പിടികൂടാൻ ഉണ്ടായ ഒരു സാഹചര്യം. കാരണം അതിർത്തി കടന്നു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലേക്ക് എത്തുന്നു, പിന്നെ ഇയാൾക്ക് യഥേഷ്ടം പറയുന്ന സ്ഥലങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇയാൾ പോലീസിനോട് പോലീസിൽ പറഞ്ഞ മൊഴിയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ അതിസാഹസികമായാണ് ഇയാളെ പിടികൂടിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ഈ പറയുന്ന സിനിമ സീരിയൽ യൂണിറ്റുകളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെയും നൽകുന്ന ഒരു സംഘത്തിന്റെ ഒരു കണ്ണിയാണ് ഇദ്ദേഹം എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടുണ്ട് പോലീസിന്. അതേ സംബന്ധിച്ചുള്ള ഒരു കൂടുതൽ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.